സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ വ്യക്തതയുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു വകുപ്പ് ഇങ്ങനെ മയക്കുവെടിയേറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നുള്ളതാണ് വസ്തുത. വനംവകുപ്പിനെ ആ മയക്കുവെടിയിൽ നിന്ന് ആരുണർത്തും, കൃത്യമായി ആര് കാട് കയറ്റും എന്നതാണ് ഇവിടുത്തെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ തവണയും വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുമ്പോൾ, നമ്മളിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്തിനാണോ ചികിത്സ വേണ്ടത് അവിടെ കൃത്യമായ ചികിത്സ കിട്ടുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആ ചികിത്സ കിട്ടേണ്ടത് വനംവകുപ്പിനും വനം മന്ത്രിക്കുമാണ്. അത് പക്ഷേ ഈ മയക്കുവെടി ഏറ്റതുപോലെ പ്രയോഗത്തിൽ ക്ഷമിക്കണം പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇത്രയും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കും. പണമെന്ന് വെച്ചാൽ ജീവന് പരിഹാരമാകും എന്ന് കരുതുന്ന ഒരു മന്ത്രിയുള്ള ഒരു വകുപ്പിൽ ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായ സമീപനം തുടരുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ അത്ഭുതം തോന്നുന്നില്ല. കാരണം ആളുകളെ എങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയൊക്കെ അധികാരം കൊടുക്കാം എന്നതിനെക്കുറിച്ച് കാര്യമായി തന്നെ ആലോചിക്കുകയും അങ്ങനെയുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് അവസാനം വരെ നീക്കം നടത്തുകയും ചെയ്ത ആളാണല്ലോ. അദ്ദേഹത്തിന് അതിലൊന്നും ഒട്ടും ഖേദം ഇപ്പോഴും ഉള്ളതായി കരുതുന്നില്ല. സർക്കാർ ഈ പ്രതിഷേധമൊക്കെ വന്നപ്പോൾ പിന്മാറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി തന്നെ മുന്നോട്ട് പോയേനെ. അതുപോലും കൃത്യമായി ചിന്തിക്കാനോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയുക എന്ന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയും. അതുപോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ വനം മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നുന്നത്.